പുണ്യപ്രവാചകരുടെ വിമോചനം നമ്മളത് ചർച്ച ചെയ്യണം, നമ്മളത് പഠിക്കണം. നമ്മുടെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാ? ലോക ചരിത്രത്തിൽ ഇങ്ങനെ വിമോചനം നടത്തിയ ആരുണ്ട്? ഇങ്ങനെ വിപ്ലവം നടത്തിയത് ആരുണ്ട്? ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ലോക മനുഷ്യ ചരിത്രം നമ്മുടെ മുന്നിൽ തെളിയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ലോകം കണ്ട വലിയ വലിയ എഴുത്തുകാരുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള പേരുണ്ട്. എല്ലാ നബിദിന സമ്മേളനങ്ങളും നമ്മൾ കേൾക്കാറുള്ള ഒരു പേരാണ് ഡോക്ടർ മൈക്കിൾ എച്ച് ഹാർട്ട്. വലിയ ഒരു എഴുത്തുകാരനാണ്. ഡബിൾ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ആളാണ് ഡോക്ടർ മൈക്കിൾ എച്ച് ഹാർട്ട്. അദ്ദേഹം ഒരു വലിയ റിസർച്ച് നടത്തി, വലിയൊരു പഠനം നടത്തി. ലോക ചരിത്രത്തിൽ മനുഷ്യകുലത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 വ്യക്തികളെ പറ്റിയിട്ട് ഒരു പഠനം നടത്തിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കി. ദ 100, എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 മഹാരഥന്മാരെ പറ്റിയിട്ടാണ് മൈക്കിൾ എച്ച് ഹാർട്ട് പുസ്തകം എഴുതിയത്. എന്നിട്ട് 100 പേരെ പറ്റി എഴുതുമ്പോൾ ആ 100-ൽ ഒന്നാമതായി അദ്ദേഹം കൊണ്ടുവന്നത് ദ പ്രൊഫറ്റ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ. 100 പേരെ പറ്റി പഠിക്കുമ്പോ അതിൽ ഒന്നാമത് മൈക്കിൾ എച്ച് ഹാർട്ട് കൊണ്ടുവന്നത് അല്ലാഹുവിന്റെ റസൂലയാ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹി വാസ് ദ മാൻ ബിഫോർ ഹിം ടു അച്ചീവ് ദ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് മോഡേൺ വേൾഡ്. ലോകത്തിന്റെ സർവാധിപത്യം കൈയാളാൻ അർഹതയുള്ള ഒരേ ഒരു വ്യക്തി ലോകത്ത് കടന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. He would success in solving problems in any way that would bring peace and blessings. ലോകത്തെന്ത് പ്രശ്നം വന്നാലും, ലോകത്തെന്ത് പ്രതിസന്ധി വന്നാലും, ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം സമാധാനത്തോടുകൂടി പരിഹരിക്കാൻ പറ്റിയ ഒരേ ഒരു നായകൻ ലോകത്തുണ്ട് എങ്കിൽ അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ആര് പറയാ? ഡോക്ടർ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന അമുസ്ലിമായ 2 ഡോക്ടറേറ്റുകൾ കിട്ടിയിട്ടുള്ള അദ്ദേഹം പറയുന്നു, ലോകം കണ്ട മഹാനായ, ലോകത്തിന്റെ എല്ലാ നായകത്വവും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു നേതാവുണ്ട് എങ്കിൽ അത് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ഇന്നും ലോകം അത് അംഗീകരിക്കുകയല്ലേ? ഇന്നും ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ നോക്കി, പ്രവാചകന്റെ അധ്യാപനങ്ങൾ എവിടെയെല്ലാം എത്തി, പ്രവാചകന്റെ സന്ദേശങ്ങൾ എവിടെയെല്ലാം എത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണാറുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരുള്ളതായ ക്രിക്കറ്റ് താരങ്ങളും ഫുട്ബോൾ താരങ്ങളുമുണ്ട്. ഒരുപക്ഷെ എന്റെ ചെറുപ്പക്കാർക്ക് പേര് പറഞ്ഞാൽ അറിയാം. ഹാഷിം അംലയെ പോലെ, മൊയ്ൻ ഖാനെ പോലെ ലോകത്ത് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ക്രിക്കറ്റ് താരങ്ങളുണ്ട്. നമുക്കറിയാം അവരുടെ വേഷം. മീശ വെട്ടി ചുരുക്കി താടി വളർത്തിക്കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന താരങ്ങളാണ് അവരെങ്കിൽ അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ സഹകളിക്കാർ പോലും നമ്മളോട് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. നാം കാണുന്നുണ്ട് കളിക്കളങ്ങളിൽ വലിയ വലിയ വിജയങ്ങൾ ലഭ്യമാകുമ്പോൾ, വലിയ വലിയ കപ്പുകൾ ലഭ്യമാകുമ്പോൾ എല്ലാ ടീമംഗങ്ങളും ഒന്നിച്ചു നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് അവസാനം മദ്യക്കുപ്പികൾ പതപ്പിച്ച് പരസ്പരം കുലുക്കി ഒഴിച്ചുകൊണ്ട് അവർ സന്തോഷം പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ പോലും ഹാഷിം അംലയെ പോലെ, മൊയ്ൻ ഖാനെ പോലെയുള്ള ആളുകളെ അവർ മാറ്റി നിർത്തും. കാരണം അവർ മുസ്ലിമുകളാണ്, മുസ്ലിമിന് മദ്യം ഹറാമാണ് എന്നവർ ഈ കളിക്കാർ ലോകത്തിന്റെ മുമ്പിൽ പറയുന്നു. എന്തുകൊണ്ടാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നത് കൊണ്ടാ. നമ്മൾ നോക്കിയാൽ ക്രിക്കറ്റ് കളിക്കാരെല്ലാം ജേഴ്സിയിൽ ഒരു പ്രത്യേക ലോഗോ ഉണ്ടാവും. ആ ലോഗോയിൽ കള്ളിന്റെ പരസ്യം ഉണ്ടാവും. ഒരു വർഷം അവർ ഈ കള്ളിന്റെ പേര് തങ്ങളുടെ ജേഴ്സിയിൽ വെച്ചുകൊണ്ട് കളിച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് പരസ്യ ഇനത്തിൽ അവർ ലഭിക്കുന്നത്. പക്ഷേ ഹാഷിം അംലയെ പോലെയുള്ള മുസ്ലിം കളിക്കാരുടെ ജേഴ്സിയിൽ ആ പേരുണ്ടാകില്ല. മദ്യത്തിന്റെ പേര് അവർ എഴുതി വെക്കുന്നില്ല. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം ഹറാമാ, പാടില്ല എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ആ പേര് കൊണ്ടുള്ള നേട്ടവും ഞങ്ങൾക്ക് വേണ്ട എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ കാണുന്നില്ലേ, വലിയ വലിയ ലോകരാജ്യങ്ങളുടെ സമ്മേളനങ്ങൾ നടത്തപ്പെടുമ്പോ
രാഷ്ട്രത്തലവന്മാര് ആ പരിപാടിയിൽ, ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്താറുണ്ട്. കോട്ടും സൂട്ടും ധരിച്ച്, ആധുനിക വേഷം ധരിച്ചുകൊണ്ട് വലിയ വലിയ രാഷ്ട്രത്തലവന്മാർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോ സൗദി അറേബ്യയിലെ രാജാവ് അതിൽ പങ്കെടുക്കുന്നത് നാം കാണാറുണ്ട്. ദുബായ് ഷെയ്ഖ്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാണാറുണ്ട്. അവർ കോട്ടും സൂട്ടും ധരിച്ചിട്ടല്ല, പിന്നെ എന്താ, തൊപ്പി ധരിച്ച്, തലപ്പാവ് ധരിച്ച്, ഷാള് ധരിച്ച്, നീളൻ കമീസ് ധരിച്ച്, പരമ്പരാഗത മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ അവർ പങ്കെടുക്കുമ്പോ, ലോക ശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമ്പോ, എന്തുകൊണ്ടാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വസ്ത്രമാത്, അവിടുന്ന് കാണിച്ചു തന്ന വസ്ത്രമാണത്. ആ വസ്ത്രത്തെ അവരിന്നും ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനെ ലോക മാനവ സമൂഹം ഏറ്റെടുക്കുകയും അവിടുത്തെ അംഗീകരിക്കുകയും അവിടുത്തെ ജീവിത സന്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ലോകത്ത് നിന്ന് ജീവിക്കുകയും ചെയ്യുകയാ. ആരുണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ നമ്മുടെ നായകനെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട റസൂലിനെ പോലെ ലോകത്തിങ്ങനെ ആരുണ്ട് ഓരോ അനക്കമടങ്ങലുകളിലും അംഗീകരിക്കുന്നത്? അല്ലേ? ഓരോ നമ്മുടെ വിവാഹങ്ങൾ നടത്തപ്പെടുന്ന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച പോലെ അല്ലേ? അല്ല നമ്മുടെ ഇഷ്ടത്തിനാണോ? അല്ല. ഒരു വിവാഹം നടത്തപ്പെടുമ്പോ അവിടെ ഒരു വലിയ വേണം, സാക്ഷികൾ വേണം, വിവാഹത്തിന് പറയപ്പെടേണ്ട പ്രത്യേക വചനങ്ങളും വാചകങ്ങളും ഉണ്ട്. ആ നിക്കാഹിനൊരു ഖുതുബ വേണം. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കാണിക്കുന്നതാണോ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ പള്ളിയിൽ നിന്നും മഗ്‌രിബിന് ബാങ്ക് വിളിച്ചു. ലോകത്തിന്റെ കോടാനുകോടി ഭാഗങ്ങളിൽ കോടാനുകോടി വിശ്വാസികൾ നിസ്കാരം നിർവഹിച്ചു. എങ്ങനെയാണ് നിസ്കരിച്ചത്? തോന്നിയതുപോലെയാണോ? അല്ല. സ്വല്ലൂ കമാ റഅയ്തുമുനി ഉസ്വല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചെങ്കിൽ ആ നിലയിൽ ഇന്ന് ലോകത്ത് കോടാനുകോടി മനുഷ്യ മക്കൾ നിസ്കരിക്കുക. നമ്മൾ താടി വളർത്തുന്നത് എന്തിനാ? താടി വളർത്തുന്നവരോടാ പറയുന്നത്. താടി വളർത്തുന്നത് എന്തിനാ? തൊപ്പി ധരിക്കുന്നത് എന്തിനാ? ഇതൊക്കെ പറയുമ്പോഴും വളരെ വിഷമമുണ്ട്. റസൂലുള്ളാഹിനോട് വലിയ ഇഷ്ടമാണ്. ഹുബ്ബുർ റസൂല്, ഇഷ്ഖുർ റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത വികാരവാ. ഒരു ഹുബ്ബുർ റസൂലിന്റെ വേദിയിലാ നമ്മളുള്ളത്. പക്ഷേ നമ്മളൊന്ന് നോക്കിയാൽ ഈ വേദിയിൽ ഇരിക്കുന്ന എത്ര പേർക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തായ ധാടിയുണ്ട്, റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തായ തൊപ്പിയുണ്ട്? എത്ര പേർക്കുണ്ട്? 70,000-ന്റെയും 1.5 ലക്ഷത്തിന്റെയും മൊബൈൽ ഫോൺ നമ്മുടെ പോക്കറ്റിലുണ്ട്. എന്നാൽ ഒരു 30 രൂപയുടെ തൊപ്പി നമ്മുടെ പോക്കറ്റിലുണ്ടോ? നമ്മൾ വിലയിരുത്തണം. 75,000-ന്റെയും 1.5 ലക്ഷത്തിന്റെയും മൊബൈൽ ഫോൺ നമ്മുടെ പോക്കറ്റിലുണ്ട്. എന്നാൽ എനിക്ക് നിസ്കരിക്കുമ്പോഴെങ്കിലും ഒന്ന് തൊപ്പിയിടാൻ, അല്ലെങ്കിൽ ഒരു ദീനീ സദസ്സുകളിൽ പങ്കെടുക്കുമ്പോഴെങ്കിലും ഒന്ന് തലമറയ്ക്കാൻ ഒരു 30 രൂപയുടെ തൊപ്പി നമ്മുടെ കയ്യിൽ വാങ്ങി വെച്ചിട്ടുണ്ടോ? നമ്മുടെ പോക്കറ്റിൽ നമുക്കുണ്ടോ? പിന്നെ നമ്മൾ എന്ത് ഹുബ്ബുർ റസൂലായി അവകാശപ്പെടുന്നത്? പിന്നെ നമ്മൾ പ്രവാചകനോട് എന്ത് ഇഷ്ടമുണ്ടെന്നാ നമ്മൾ ഈ അവകാശപ്പെടുന്നത്? മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു വാചകമുണ്ട്. മൻ ഇദ്ദഅ ഹുബ്ബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറ ഇത്തിബാഇ സുന്ന ഫഹുവ കദ്ദാബുൻ. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റാതെ, സുന്നത്തിനെ ഇഷ്ടപ്പെടാതെ, സുന്നത്തായ ജീവിതം നയിക്കാതെ, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ എനിക്ക് എന്റെ റസൂലിനെ ഇഷ്ടമാണെന്ന് വാദിച്ചാൽ ഫഹുവ കദ്ദാബുൻ, പെരുങ്കള്ളനാണവൻ, കള്ളം പറയുന്നവനാണവൻ. കാരണം റസൂലുള്ളാഹിനെ ഇഷ്ടമുള്ളവരാ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഏറ്റെടുക്കും. അവർക്ക് തൊപ്പി ധരിക്കാൻ പറ്റും, അവർക്ക് ദാടി വളർത്താൻ പറ്റും, അവർ സുന്നത്തുകളെ മുറുകെ പിടിച്ച് സുന്നത്തായ ജീവിതം നയിക്കാൻ താല്പര്യപ്പെടും. ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന ഇങ്ങനെ ഒരു നായകനുണ്ടോ? ആരുണ്ട്? ഇന്നിപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകളെ സെലക്ട് ചെയ്യുന്ന പേരേതാ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാ. യൂറോപ്യൻ രാജ്യങ്ങളിൽ സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ തന്റെ ജീവിതത്തിലൂടെ, ജീവിത സന്ദേശങ്ങളിലൂടെ ഇത്രത്തോളം മാറ്റം വരുത്താൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ഹബീബായ പ്രവാചകർ നടപ്പിൽ വരുത്തിയ സാമൂഹികമായ വിമോചനങ്ങളുണ്ട്, സാംസ്കാരികമായ വിമോചനങ്ങളുണ്ട്.
നമുക്കറിയുമല്ലോ 6-ാം നൂറ്റാണ്ടിലെ അറബികൾ എന്ന് പറഞ്ഞാൽ ആരാ? ലോക മനുഷ്യ ചരിത്രം അവരെ പരിചയപ്പെടുന്നത് ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗം എന്ന് പറഞ്ഞുകൊണ്ടാ. സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത, സഹവർത്തിത്വം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത, സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത, പരസ്പരമുള്ള മനുഷ്യ മക്കളുടെ കടമകൾ എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവരെ ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തിയത് ഇരുണ്ട യുഗത്തിലെ ഇരുകാലികൾ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിക്കൊണ്ടാ. എന്നാൽ അവർക്കിടയിലാണ് പ്രിയപ്പെട്ട പ്രവാചകർ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവർക്കിടയിലേക്കാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് സംസ്കരണത്തിന്റെ മഹിതമായ മൂല്യങ്ങളുമായി കടന്നു വന്നത്. അവസാനം ലോകത്തിന്റെ ചരിത്രം എവിടെയാ ചെന്നെത്തി നിൽക്കുന്നത്? 6-ാം നൂറ്റാണ്ടിലെ അറബികൾ എന്ന് പറഞ്ഞാൽ ആരാ സഹോദരങ്ങള്? ഇന്നും അതേ സംസ്കാരത്തോടുകൂടി, ഇന്നും അതേ ജീവിത ശൈലിയോടുകൂടി, ഇന്നും അതേ സ്വഭാവത്തോടുകൂടി ആ അറബികളെങ്ങാനും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്തെക്കാൾ ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണിമാകുമാകെയിരുന്ന ഇസ്രയേലിന്റെ ജൂദായിസത്തെക്കാൾ ലോകത്തിന് ഏറ്റവും ഭീഷണിയമാറുമായിരുന്നതായ ഇന്ത്യയിലെ ഫാസിസ്റ്റ് സംഘപരിവാരത്തെക്കാൾ ലോകമാനവ ചരിത്രത്തിന് ഏറ്റവും ഭീഷണിയായി മാറിയേക്കാവുന്ന 6-ാം നൂറ്റാണ്ടിലെ അറബികളുണ്ടല്ലോ. ആ അറബികളെ ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തിയത് ഇരുണ്ട യുഗത്തിലെ ഇരുകാലുകളെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആ അറബികളുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് മാറ്റത്തിന്റെ മാറ്റല് മുഴക്കിയ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തായിരുന്നു അറബികളുടെ സ്വഭാവം എന്ന് പറയുന്നത്? വഴിവക്കിലൂടെ നടന്നു നീങ്ങുന്ന മിണ്ടാപ്രാണിയായ ഒരൊട്ടകമെങ്ങാണം അതിന്റെ കഴുത്തുയർത്തിയിട്ടൊരു തോട്ടത്തിന്റെ അകത്ത് നിൽക്കുന്ന മരത്തിൽ നിന്ന് പുറത്തേക്ക് തെള്ളി നിൽക്കുന്ന ശിഖരത്തിൽ നിന്ന് ഒരിലയെങ്ങാണം കടിച്ചു പറിച്ചാൽ ഒട്ടകം കടിച്ചു പറിച്ച ഇലയുടെ പേരില് ഒട്ടകത്തിന്റെ ഉടമയും ആ തോട്ടത്തിന്റെ ഉടമയും കൊല്ലങ്ങളോളം യുദ്ധം നടത്തിയിരുന്ന പാരമ്പര്യമാണ് അറബിയുടേതെങ്കിൽ നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം നടത്താൻ മടിയില്ലാത്ത 6-ാം നൂറ്റാണ്ടിലെ അറബികളുണ്ടല്ലോ. ആ അറബികളുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് മാറ്റത്തിന്റെ മാറ്റല് മുഴക്കിയ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം പ്രിയപ്പെട്ട സഹാബാക്കളിലൂടെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുഴക്കിയിട്ട് ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ മകുടോദാഹരണങ്ങളായി മാറ്റിയില്ലയോ? അവസാനം ഒരു തസ്ബീഹമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പരസ്പരം ഇഴചീർന്ന് കിടക്കുന്ന ആ സഹവർത്തിത്വത്തിന്റെ മഹിതമായ മൂല്യങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് അവരെ എത്തിച്ചു കഴിഞ്ഞു എങ്കിൽ അവസാനം ആ അറബികളെയല്ലയോ ലോകമാനവ സമൂഹത്തിന്റെ മനസാക്ഷിയുടെ കവാടത്തിന്റെ മുന്നിൽ നിരത്തി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചത് ഇല്ല ഇല്ല, നിങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ ഇവർ ഇരുണ്ട യുഗത്തിലെ ഇരുകാലികളല്ല. പിന്നെയോ അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ലോകത്തിന്റെ മുമ്പിൽ, ലോക മനസാക്ഷിയുടെ മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ നിർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നായകൻ വിളിച്ചു പറഞ്ഞില്ലേ, അസ്ഹാബി കന്നുജൂം, എന്റെ സന്തത സഹചാരികൾ താരകതുല്യരാ. വഴിതെറ്റിപ്പോകുന്ന മനുഷ്യർക്ക് വാനിൽ മിന്നിത്തിളങ്ങി വഴികാട്ടുന്ന താരകങ്ങളെ പോലെ എന്റെ സഹാബാക്കൾ താരകതുല്യരാണ്. ഇവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് ലോക ചരിത്രത്തിൽ തന്റെ അനുയായികളെ ചൂണ്ടിക്കാണിച്ചിട്ടൊരു നേതാവിന് പറയാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ലയോ. അത്രത്തോളം വലിയ സാമൂഹിക വിമോചനം, അത്രത്തോളം വലിയ സാംസ്കാരിക വിമോചനം അവര് നടത്തിയില്ലയോ? സഹോദരങ്ങളെ, ലോകമെന്ന ലഹരിയുടെ പിടിയിലാട്, ലോകമെന്ന മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലാട്. എപ്രകാരമാണ് ഇതിൽ നിന്ന് സമൂഹത്തിന് ഒരു മോചനം നൽകുന്നതെന്ന് ലോകമത നേതാക്കളും ലോകത്തിന്റെ ചരിത്രത്തിലുള്ള ചക്രവർത്തിമാരും അതുപോലെ തന്നെ ഭരണാധികാരിയുമെല്ലാം ഒരുപാട്
ഒരുപാട് കൂലങ്കഷമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെയാണ് ലോകം 6-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു പോകേണ്ടത്. ആ കാലഘട്ടത്തിലെ അറബികളുണ്ടല്ലോ, അവരേറ്റവും വലിയ ലഹരിയുടെ അടിമകളായിരുന്നില്ലേ? മറ്റെന്തിനേക്കാളും ലഹരിയെ സ്നേഹിച്ചവരായിരുന്നില്ലേ? മറ്റെന്തിനേക്കാളും ലഹരിക്ക് വേണ്ടി ജീവിതം കൊടുത്തവരായിരുന്നില്ലേ? ഓരോരുത്തരുടെയും വീടുകളിൽ വർഷങ്ങളോളം പഴക്കമുള്ള കള്ള് നിറച്ചതായ വീപ്പകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ. ആരുടെ വീടിന്റെ ഉള്ളറകളിലാണോ ഏറ്റവും പഴക്കമുള്ളതായ വീഞ്ഞു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, വീടിന്റെ ഉള്ളിലുള്ള വീപ്പയുടെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വീഞ്ഞിന്റെ വീര്യം നോക്കിയിട്ട് കുടുംബ മഹിമ പ്രഖ്യാപിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നവരിങ്ങനെ കള്ളിന്റെ വീപ്പകൾ തുറക്കുമ്പോൾ ആ കള്ളു വീപ്പയുടെ മുകൾ പരപ്പിൽ ഇങ്ങനെ കള്ളിലേക്ക് വന്ന് വീണ് ചത്തിട്ട് മലർന്നു കിടക്കുന്ന പ്രാണികളുണ്ടായിരുന്നല്ലോ. എന്നാൽ അവരുടെ കൈകൾ കൊണ്ട് ആ പ്രാണികളെ കൈ കുമ്പിളിൽ കോരിയെടുത്തിട്ട് ആ പ്രാണികളോട് അവർ പറയുമായിരുന്നത്രേ, നിങ്ങളെത്രയോ ഭാഗ്യം ചെന്ന ജീവികളാ. പ്രാണികളെ, നിങ്ങൾ എത്രയോ ഭാഗ്യം ചെന്ന ജീവികളാ. കാരണം നിങ്ങൾക്ക് കള്ളുകുടിച്ച് ചാകാനുള്ള മഹാഭാഗ്യം ലഭിച്ചുവല്ലോ. നിങ്ങൾ ചാവുമ്പോ നിങ്ങളുടെ വയറ് നിറയെ കള്ളായിരുന്നില്ലേ? നിങ്ങൾക്ക് കള്ളുകുടിച്ച് ചാകാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നല്ലോ. ഞങ്ങൾക്കും അങ്ങനെ കള്ളുകുടിച്ച് ചാകാൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ അതായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് കരുതിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അറബികളുണ്ടല്ലോ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മരണക്കെട്ടിലും മാനത്തു നോക്കി മലർന്നു കിടക്കുന്ന മാതാപിതാക്കള് പ്രിയപ്പെട്ട മാനസ മക്കളെ ആ മരണക്കെട്ടിലിന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് മരണമൊഴി കൊടുക്കുന്നു. മക്കളെ, ഇദാ മിത്തു ഫദ്ഫിനി ഇലാ ജംബി കറുമതി തുറവി ഇലാമി മിൻ ബഅദി മൗതി ഉറൂഖഹാ വലാ തദ്ഫനി ഫിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖഹാ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കള് മാനസ മക്കളെ മരണക്കട്ടിലിനടുക്കളിലേക്ക് വിളിച്ചിട്ടും മരണമൊഴി കൊടുക്കുന്ന മക്കളെ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ മയ്യത്ത് മറമാടുന്നതിന് വേണ്ടി നിങ്ങളുടെ ചുമലിൽ ചുമന്നുകൊണ്ട് നിങ്ങൾ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി ആരുടെ മണ്ണ് മാന്തി മാറ്റിയിട്ട് ഞങ്ങളുടെ മയ്യത്ത് നിങ്ങൾ ആ മണ്ണറയ്ക്കുള്ളിലേക്ക് മലർത്തി കിടത്തിയിട്ട് മാറിടത്തിലേക്ക് മണ്ണ് വാരിയിട്ട് നിങ്ങൾ മടങ്ങിപ്പോകുന്നതിന് മുൻപ് ആ മണ്ണറയ്ക്ക് മുന്നിൽ ഒരു മുന്തിരി വള്ളി നട്ടു തരുമോ മക്കളെ? മണ്ണോട് മണ്ണാകാൻ വിധിക്കപ്പെട്ടുകൊണ്ട് മണ്ണറയ്ക്കുള്ളിൽ മലർത്തിക്കിടന്ന് മാറിടത്തിൽ മണ്ണ് വാരിയിട്ട് മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഒരു മുന്തിരി വള്ളി ഞങ്ങളുടെ മണ്ണറയ്ക്ക് മുന്നിൽ നിങ്ങളും നട്ടുതരുമോ മക്കളെ? എന്തിനെന്നറിയുവോ? ആ മണ്ണറയ്ക്കുള്ളിൽ മണ്ണോട് മണ്ണാകാൻ വിധിക്കപ്പെട്ട് കിടക്കുന്ന നിമിഷം പോലും ഞങ്ങളുടെ മണ്ണറയ്ക്കുള്ളിലേക്ക് വളർന്നിറങ്ങുന്നതായ ആ മുന്തിരി വള്ളിയുടെ പേരിലൂടെ മദ്യത്തിന്റെ മണവും മധുവും മധുരവും നുകരാ ഞങ്ങൾക്കൊരവസരം തരുമോ മക്കള് എന്ന് പ്രിയപ്പെട്ട മക്കളോടും മരണമൊഴി കൊടുത്തിരുന്ന മാതാപിതാക്കളാ. അവർക്കിടയിലല്ലേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ പരിപൂർണമായ ലഹരി വിമോചനത്തിന്റെ സന്ദേശങ്ങൾ ഒരുക്കിയത്. ഘട്ടം ഘട്ടമായി പ്രിയപ്പെട്ട പ്രവാചകർ അവർക്കിടയിൽ ലഹരി വിമോചനത്തിന്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ അവസാന ഘട്ടമെത്തുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ ലഹരിയിൽ നിന്നൊരു മോചനം പാടില്ലയോ? ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ കള്ളുകുടിയൊന്ന് നിർത്തിക്കൂടെ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ മദീനയുടെ മണ്ണിലിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സഹാബാക്കളോട് ഇതിങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോ അതേ പല വീടുകളിലും അന്ന് മദ്യസേവ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാ. പല ആളുകളുടെ കയ്യിലും കുടിക്കാൻ വേണ്ടി കള്ളെടുത്തിട്ടുള്ളവരുണ്ട്, വായിൽ കള്ള് നിറച്ചിട്ടുള്ളവരുണ്ട്, കയ്യിൽ ഇങ്ങനെ കള്ളുകോപ്പ എടുത്തിട്ടുള്ളവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട പ്രവാചകരുടെ ആഹ്വാനം അവരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ
ഫഹൽ അൻതും മുന്തഹൂൻ. ഇനിയെങ്കിലും നിങ്ങൾക്കിത് നിർത്തിക്കൂടെ എന്ന പ്രവാചകന്റെ നാവിലൂടെ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം അവർ കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ നിർത്തിയിരിക്കുന്ന പ്രവാചകരെ, ഞങ്ങൾ അവസാനിപ്പിക്കുന്ന പ്രവാചകര്, തങ്ങളുടെ കയ്യിലെടുത്തിരിക്കുന്നതായ കള്ളുവീപ്പകളിലെ കള്ളുകൾ താഴെ കൊടിച്ച് കളഞ്ഞിട്ട് വായിൽ നിറച്ച കള്ളു പോലും ഒന്നുറക്കാതെ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞിട്ട് വീടിന്റെ ഉള്ളറകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വർഷങ്ങളോളം പഴക്കമുള്ള വീര്യമേറിയ വീഞ്ഞിന്റെ ചഷകങ്ങൾ പോലും തല്ലി തകർത്ത് തരിപ്പണമാക്കിയിട്ട് മദീനയുടെ തെരുവോരങ്ങളിലൂടെ കള്ളിന്റെ പുഴകൾ ഒഴുകുന്നതായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ട് യാ റസൂലല്ലാഹ്, കള്ളുമായുള്ള ബന്ധം ഞങ്ങൾ നിർത്തിയിരിക്കുന്നു നബിയേ, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ കള്ളില്ല നബിയേ, ഇനി ഞങ്ങൾ ഒരിക്കലും കള്ളു കുടിക്കൂല ഹബീബേ, ഇനി ഞങ്ങൾ കള്ളിനെ ഒന്ന് തൊട്ടു നോക്കു പോലുമില്ല പ്രവാചകരേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മദ്യവിചോദനത്തിന്റെ സന്ദേശങ്ങളെ നടത്തി കാണിച്ച മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. അറിയില്ലയോ സഹോദരങ്ങളെ, മക്കയിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാരായിരുന്നെന്നറിയുമോ? സദാസമയത്തും മദ്യവെച്ച് മതോന്മത്തനായി കലങ്ങിയ കണ്ണുകളുമായി മക്കയിലെ മണലാരുണ്യത്തെ പോലും ചവിട്ടി മതിച്ചുകൊണ്ട് നടന്നിരുന്ന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഒരു തോളത്ത് വേട്ടമൃഗത്തെയും മറുതോളത്ത് അമ്പും വില്ലും തൂക്കിയിട്ടുകൊണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന കാട്ടാള നിയമം നടപ്പിലാക്കപ്പെട്ടിരുന്ന സമയത്ത് ശക്തനായ ഒരു വില്ലാളി വീരനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. എന്നാൽ ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ മാറ്റത്തിന്റെ മാറ്റല് മുഴക്കി അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എത്തിച്ചത് എവിടെയാ? ഇന്ന് ലോകം ഹംസ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നത് എങ്ങനെയാ? ലോകത്തെ ഏറ്റവും വലിയ കള്ളുകുടിയൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, മക്കയിലെ ഏറ്റവും വലിയ മദ്യപൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. ഇന്ന് ലോക വിശ്വാസ സമൂഹം ഹംസ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നത് എങ്ങനെയാ? സയ്യിദു ശുഹദാ, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അവകാശത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി ലോക ചരിത്രത്തിൽ ഇന്നുവരെയും ജീവാർപ്പണം നടത്തിയവരാരാണോ അങ്ങനെയുള്ള രക്തസാക്ഷികളുടെ നേതാവായ ഹംസ ഒരു കാലത്തെ മക്കയിലെ മദ്യപനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ലോക ചരിത്രത്തിൽ സത്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരുടെ നേതാവായ ഹംസ എന്ന മഹത്തായ മൂല്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക വിപ്ലവം നടത്തിയ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം ഇന്ന് എങ്ങനെ ലഹരി വിമോചനം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. നേതാക്കന്മാര് ചർച്ചയാണ്, മതമേലധ്യക്ഷന്മാര് ചർച്ചയാണ്, ഭരണാധികാരികൾ ചർച്ചയാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂല് നടപ്പിലാക്കിയതുപോലെ ലഹരി വിമോചനം ഇന്നുവരെയും ആർക്കെങ്കിലും നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? അറബികൾ ഏറ്റവും വലിയ കള്ളുകുടിയന്മാരായിരുന്നു, ഏറ്റവും വലിയ ലഹരിയുടെ ഉപഭോക്താക്കളായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്കിടയിൽ മഹത്തായ വിപ്ലവം നടപ്പിലാക്കി അവർക്കിടയിൽ പരിപൂർണമായ ലഹരി വിമോചനം നടപ്പിലാക്കിയ ലോകത്തിന് മാതൃക കാണിച്ച അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആരുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കിങ്ങനെ ഒന്ന് പറയാൻ? ഹബീബായ റസൂൽ നടപ്പിലാക്കിയ സാമൂഹിക വിപ്ലവങ്ങൾ ഉണ്ടായിരുന്നു. ലോകമാനവ സമൂഹത്തിനിടയിൽ വെളുത്തവൻ കറുത്തവന്റെ മേൽ കുതിര കയറുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ജാതീയതയുടെയും അതേപോലെ തന്നെ മനുഷ്യർക്കിടയിൽ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നടപ്പിലാക്കിയ മാനവിക വിമോചനം എത്ര വലുതാ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു ചരിത്രമുണ്ടായിരുന്നല്ലോ.
ഈ രാജ്യത്തെ പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പാവപ്പെട്ട ജനങ്ങൾ, ഈ രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങൾ, ഇവിടുത്തെ ആദിവാസികൾ, ഈ രാജ്യത്തെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കീഴാളന്മാരും ഇവിടുത്തെ അവർണന്മാരും ഉണ്ടായിരുന്നു. പൊതുനിരത്തിലൂടെ നടക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. പൊതുപള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ള അവകാശം അവർക്കില്ല. പൊതുകുളത്തിൽ കുളിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. തമ്പ്രാക്കന്മാരുടെ പല്ലക്ക് ചുമന്നുകൊണ്ടുവരുന്ന മല്ലന്മാർ ഹോയ് ഹോയ് എന്ന ശബ്ദം ഉയർത്തിക്കൊണ്ടാ വരുന്നത്. എന്തുകൊണ്ടാ? സവർണനായ തമ്പ്രാന്റെ പല്ലക്ക് കടന്നു വരുന്ന വഴിയിൽ അവർണനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ നിൽക്കാൻ പാടില്ലായിരുന്നു. ഈ ശബ്ദം കേട്ടാൽ 32 അടി വാരം മാറി നടക്കാൻ വിധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ കേരള സംസ്ഥാനത്തിലെ പാവപ്പെട്ട അധസ്ഥ ജനവിഭാഗക്കാരുണ്ടായിരുന്നു. പാടത്തും പറമ്പത്തും കല്ലിനോടും മണ്ണിനോടും പടവെട്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് പൊന്നു വിളയിക്കുന്നവർ, അവർ ചെയ്യുന്ന ജോലിക്ക് അർഹമായ കൂലി അവർക്ക് നൽകപ്പെടുമായിരുന്നില്ല. അവർക്ക് അർഹമായ ശമ്പളം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് തന്നെ എങ്ങനെയാ? മുറ്റത്തൊരു കുഴി കുഴിക്കും. മുറ്റത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് പശുവിനും പട്ടിക്കുമെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് പോലെ അതിൽ ചോറ് വിളമ്പി കൊടുക്കും, അതിൽ കഞ്ഞി വിളമ്പി കൊടുക്കും. അതിൽ നിന്നും വാരി തിന്നാൻ വിധിക്കപ്പെട്ട ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, ആ ഒരു സന്ദർഭത്തിലാണ് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ മണ്ണിലേക്ക് അവർ കടന്നെത്തുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അവരെ സ്വീകരിച്ചത് എന്തുകൊണ്ടാ? അവർക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാ? അവർക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാ? കാരണം മനുഷ്യത്വത്തിന്റെ മഹിതമായ മൂല്യങ്ങൾ വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ട് തങ്ങളെ മനുഷ്യരായി പരിഗണിക്കുന്നവരാണ് മുസ്ലിമുകളെന്ന് അന്നിവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലായി. മുസ്ലിമായി അംഗീകരിക്കുന്നത് ഇവരാണ് എന്ന്. ആ അന്ന് വന്ന മുസ്ലിമുകൾ ഈ രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങളോടൊപ്പം ഇരുന്നു. ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം ജോലി ചെയ്തു. അവര് ചെയ്യുന്ന ജോലിക്ക് നല്ല കൂലി കൊടുത്തു. എല്ലാ നിലയിലും അവരോടൊപ്പം സഹകരിച്ചു. അതുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പനയുള്ള പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ പറഞ്ഞത്, അല്ല ഇവനൊരു പുലയനല്ലേ, അല്ല ഇവനൊരു പുലയനല്ലേ. അല്ലാ മതം പോയി സ്വീകരിച്ചാൽ ഇല്ലാ വിലക്കില്ലായിടത്തും പോയിടാം, ഇല്ലത്തും പോയിടാം ജ്ഞാന പെണ്ണേ, നോക്കൂ സുന്നത്തിൻ മഹാത്മ്യം യോഗി പെണ്ണേ. ഇന്നലെ വരെ പുലയനായി പോയതിന്റെ പേരിൽ പൊതുവഴിയിലൂടെയുള്ള നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവൻ അള്ളാഹ് മതം പോയി സ്വീകരിച്ച് മുസ്ലിമായാൽ ഇല്ലാ വിലക്ക്, എല്ലായിടത്തും പോയിടാം, വിലക്കൊന്നുമില്ല, എവിടെ വേണേലും പോയിടാം. നോക്കൂ സുന്നത്തിൻ മഹാത്മ്യം യോഗി പെണ്ണെ, സുന്നത്തിന്റെ മഹത്വം ഇതാണ് എന്ന് പണ്ഡിറ്റ് കറുപ്പനെ പോലെയുള്ള അമുസ്ലിമുകളായ കവികൾ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് പറയാ. കാരണം പ്രവാചകർ നടപ്പിലാക്കിയ വിമോചനം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിൽ ഇടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ, കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ ധാർമ്മിക. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരളു കുത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ, കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ ധാർമ്മിക. പ്രവാചകരെ പറ്റിയിട്ട് പറയാ,